ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ വിരളമാണ്. വെറും ഉപയോഗം എന്ന് പറഞ്ഞാൽ പോരാ, കുട്ടികൾ മുതൽ പ്രായമായവർ വരെ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് ഉള്ളത്. കുറച്ച് സമയം ഒഴിവ് കിട്ടിയാൽ അല്ലെങ്കിൽ ജോലികളൊക്കെ മാറ്റിവെച്ച് സോഷ്യൽ മീഡിയയുടെ മായിക ലോകത്തേക്ക് ഊളിയിടാൻ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വർദ്ധിച്ച സോഷ്യൽ മീഡിയ ഉപയോഗം ശാരീരിക മാനസിക ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന വിപത്തുകൾ പലരിലും പതുക്കെ തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ബന്ധങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവും നെഗറ്റീവുമായ ഫലങ്ങൾ നമുക്ക് കാണാനാകും. ഇന്നത്തെ കാലത്ത് ചില ആളുകൾ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആണ്. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെയുള്ള പങ്കാളികളുടെ ചതി തിരിച്ചറിഞ്ഞ് ബന്ധം വേർപിരിയുന്നവരും കുറവല്ല. ദമ്പതിമാർക്കിടയിൽ സോഷ്യൽ മീഡിയ വലിയ വില്ലനായി മാറുന്നുവെന്നത് നഗ്നമായ സത്യമാണ്. സോഷ്യൽ മീഡിയ ദാമ്പത്യത്തിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തത്, ഒന്നിച്ചു ചിലവഴിക്കുന്ന സമയം കുറയുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം പങ്കാളികൾ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നതിനാൽ ഇവർക്കിടയിൽ ഒന്നിച്ചുള്ള നിമിഷങ്ങൾ കുറയുന്നു. പങ്കാളിയോട് സംസാരിക്കുന്നതിലും ഒന്നിച്ച് TV കാണുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നതിനേക്കാൾ ഉല്ലാസവും സന്തോഷവും സോഷ്യൽ മീഡിയ തരുന്നു എന്ന കാരണത്താൽ ദമ്പതികൾക്കിടയിൽ ഒന്നിച്ചു ചെലവിടുന്ന സമയങ്ങൾ കുറഞ്ഞു വരികയാണ്. രണ്ടാമത്തത്, ആത്മാഭിമാനത്തിന് വിള്ളൽ. സ്വന്തം കഴിവുകളിലും രൂപഭംഗിയിലുമുള്ള സംശയവും ആത്മാഭിമാനക്കുറവും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൻ്റെ പരിണിത ഫലമാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നവരുടെ ജീവിതവുമായും രൂപവുമായും കഴിവുകളുമായും എന്തിന് അവരുടെ പങ്കാളിയുമായും ദാമ്പത്യമായും വരെ ആളുകൾ സ്വന്തം അവസ്ഥകൾ താരതമ്യപ്പെടുത്തുകയും നിരാശപ്പെടുകയും ചെയ്യുന്നു. ഇത് ദാമ്പത്യത്തിൽ അസംതൃപ്തിയും സംഘർഷവും നിറയ്ക്കുന്നു. മൂന്നാമത്തത്, അസൂയ. വ്യക്തി ജീവിതത്തിൽ പലതരത്തിൽ സംഘർഷഭരിതമാക്കുന്ന ഒരു നെഗറ്റീവ് വികാരമാണ് അസൂയ. അമിതമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ തങ്ങളുടെ ഓൺലൈൻ സുഹൃത്തുക്കളോട് അസൂയ തോന്നുകയും പങ്കാളികളോട് അമിതമായ പൊസസീവ്നെസ് ഉണ്ടാകുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള മറ്റുള്ളവരുമായുള്ള അമിത ഇടപെടൽ പങ്കാളിയുമായുള്ള ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഇത് ദാമ്പത്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. അടുത്തത്, അവിഹിത ബന്ധമാണ്. സോഷ്യൽ മീഡിയ ദാമ്പത്യത്തിന് പുറമെയുള്ള ബന്ധങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. നിസ്സാരമായി തുടങ്ങുന്ന ചാറ്റിംഗ്, കമൻറ്റ്, കൂടാതെ ലൈക്ക് എന്നിവയെല്ലാം സീരിയസായ ഒരു ബന്ധത്തിലേക്ക് എത്താൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി. സോഷ്യൽ മീഡിയ ഇന്ന് അതിനുള്ള ഒരു ഇടമായി മാറിയിരിക്കുന്നു. ഇത് ദാമ്പത്യങ്ങളെ തകർക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ വഞ്ചിക്കാനുള്ള സാധ്യത വളരെ അധികമാണെന്ന് പഠനങ്ങളും വ്യക്തമാക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പങ്കാളി ചതിച്ചതായി കണ്ടെത്തി ബന്ധം വേർപിരിയുകയോ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്ത നിരവധി സംഭവങ്ങൾ ദിനംപ്രതിയെന്നോണം നമ്മൾ കേൾക്കുന്നുണ്ട്. അടുത്തത്, അറിയാത്തവരുമായി വികാരം പങ്കുവയ്ക്കാൻ. നേരിട്ട് അറിയുകയോ കാണുകയോ പോലും ചെയ്യാത്ത ആളുകളുമായി തങ്ങളുടെ സങ്കടങ്ങളോ രോഷമോ ഒക്കെ പങ്കുവയ്ക്കുന്നത് ആരോഗ്യകരമായ ദാമ്പത്യത്തിന് ഒട്ടും ഹിതകരമല്ല. ഇത്തരക്കാർ ദാമ്പത്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ സുഹൃത്തുമായി പങ്കുവച്ചെന്ന് വരും. ഇത് പങ്കാളിയുമായി കാര്യങ്ങൾ തുറന്നു സംസാരിക്കുക എന്ന ശീലത്തിന് തടയിടും. ഇവർക്ക് പിന്നീട് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സോഷ്യൽ മീഡിയ സുഹൃത്ത് വേണമെന്ന സ്ഥിതി വരും.